ജീവിതത്തിൽ ഒരു ദിവസം അഗ്നിസാക്ഷിയാക്കി അപരിചിതനായ ഒരു പുരുഷന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഏതൊരച്ഛൻ്റെയും മനസ്സ് വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. ആ വികാരം എന്താണെന്ന് പറയുക വിഷമമാണ്. മകളും അച്ഛൻ്റെ ആഗ്രഹത്തിന് മുൻപിൽ തലകുനിച്ച് അപരിചിതനായ ഒരു പുരുഷന്റെ കഴുത്തിൽ വരണമാല്യം ചാർത്താൻ തയ്യാറാകുന്നു. ഭർത്താവിൻ്റെ വീട്ടിലും അച്ഛനെയും അമ്മയെയും മറ്റുള്ളവരെയും ലഭിക്കുമെന്ന് കരുതിയായിരിക്കും ഏതു മരുമകളും വലതുകാൽ വെച്ച് പടി കയറുന്നത്, മനസ്സു നിറയെ സന്തോഷവും പ്രതീക്ഷകളുമായി. പക്ഷേ അവിടെ അവളെ കാത്തിരിക്കുന്നത് എന്തെല്ലാമാണ്? അല്ല, ഇത്രയും സാധനം കൊണ്ടുവന്നുള്ളോ? ഇതെന്താ കുറവാ? ആദ്യമായിട്ട് വരുമ്പോ ഇതൊക്കെ പോരെ? നിങ്ങൾക്ക് മറവി കൂടുതലായി കഴിഞ്ഞു. ഇവന്റെ ആദ്യ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഇതിനേക്കാൾ ഇരട്ടി സാധനങ്ങൾ സ്ത്രീധനമായി കിട്ടിയില്ലേ? കുറഞ്ഞത് 6-7 ലക്ഷത്തിന്റെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. വിവാഹത്തിന്റെ തിരക്കിലെ ഞാൻ അക്കാര്യമൊക്കെ അങ്ങോട്ട് മറന്നു എന്റെ സരോജം. ഇനിയിപ്പോ എന്താ ചെയ്യാ? അത് പറയാം. ആദ്യം ബൽറാമിനെ വിളിക്ക്. ഇപ്പോഴോ? അതെ, ഇപ്പൊ തന്നെ. ഈ സമയത്ത് അവൻ ഭാര്യയായി മണിയറയിലായിരിക്കില്ല എന്റെ സരോജം. അതുകൊണ്ട് തന്നെയാ വിളിക്കാൻ പറഞ്ഞത്. വളരെ കുറച്ച് സ്ത്രീധനവുമായി പടി കയറി വരുന്ന മരുമകൾക്ക് മണിയറയിൽ സന്തോഷമായിരിക്കാൻ ഒരവകാശവുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്താ? നോക്ക്, ഇനി വെറുതെ സമയം കളയാതെ നിങ്ങൾ അവനെ വിളിക്ക്, വേഗം. പൂർണിമേ, എന്തിനാ കരയുന്നത്? കണ്ണീരൊഴുക്കുന്ന ചടങ്ങ് വളരെ പഴയതല്ലേ. കരച്ചിൽ നിർത്തൂ. പറയുന്നത് കേൾക്കൂ. കരച്ചിൽ നിർത്തൂ. എന്താണിത്? പിന്നെ ഇത് കരയാനുള്ള സമയമല്ലെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇനി വേഗം ഞാൻ ആ മുഖമൊന്ന് കണ്ടോട്ടെ. ഞാനിപ്പോ എന്താ എന്തേ? എന്റെ മോനെ, അവളുടെ അച്ഛൻ ഭയങ്കര പിശുക്കനാണെന്നാ തോന്നുന്നേ. എന്തായിരുന്നു വലിപ്പം പറച്ചില്? അത് തരാം ഇത് തരാന്ന് പറഞ്ഞ ഇപ്പൊ ഒന്നും കിട്ടിയില്ലല്ലോ. അതിന് ഞാൻ എന്ത് ചെയ്യും അമ്മേ? വാങ്ങാനുള്ള മിടുക്ക് നിങ്ങൾ കാണിക്കണം. ഇനി അവരെ എത്ര പിഴണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. നീ പറഞ്ഞത് ശരിയാ മോനെ. പക്ഷേ ഇത്തവണത്തെ കളിക്ക് നമുക്ക് പഴയ അടവൊന്ന് മാറ്റേണ്ടി വരും. ഇപ്രാവശ്യം നമുക്ക് നമ്മുടെ അടവ് തീർച്ചയായും പുതുക്കില്ല. നീ ഒരു കാര്യം ചെയ്യും. നീ ഇപ്പോ എല്ലാം മനസ്സിലായി. ഞാൻ നാളെ തന്നെ അവളെ വീട്ടിൽ കൊണ്ടുവന്നു.
ഗായത്രി, മോളുടെ വിവാഹം കഴിഞ്ഞു. ഒരു വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നുന്നു. ഇപ്പോഴാ ഒരു സമാധാനായത്. ഗായത്രി, എന്തൊന്നും പറയാത്തെ? ചിലപ്പോ എനിക്ക് തോന്നും നമ്മൾ നമ്മുടെ മോളോട് ചെയ്ത് തീരെ ശരിയായില്ലാന്ന്. എനിക്ക് ആകെപ്പാടെ ഒരു മനസാക്ഷി കുത്ത്. എന്തായി പറയണത്? നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ മോൾക്ക് രമേശിനെ ആയിരുന്നു ഇഷ്ടം. രമേശിന് പൂർണിമയെ നല്ല ഇഷ്ടമായിരുന്നു. മോളുടെ ഇഷ്ടപ്രകാരം ആ വിവാഹം നടന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് മനസ്സ് പറയുന്നു. ഞാൻ അവളുടെ അമ്മയാണ്. എന്റെ മോളുടെ മനസ്സ് എനിക്ക് നന്നായി അറിയാം. എനിക്കൊന്ന് നടന്ന കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിൽ നിന്ന് മായുന്നില്ല. അച്ഛാ, അച്ഛാ, എന്റെ കൂടെ ഇന്ന് രമേശും വന്നിട്ടുണ്ട്. രമേശ്, നമസ്കാരം സർ. അച്ഛാ, അച്ഛനൊന്ന് രമേശുമായി സംസാരിച്ചു നോക്കിയാൽ അച്ഛനും സ്വയം മനസ്സിലാകും. രമേശ് വളരെ നല്ലൊരു വ്യക്തിയാണെന്ന്. ഞങ്ങൾ ഇരുവരും വളരെയധികം ഇഷ്ടപ്പെടുന്നു അച്ഛാ. രമേശിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പൂർണിമയെ, നീ എന്റെ മാനം കളഞ്ഞു കുളിക്കാൻ ശ്രമിക്കുകയാണോ? ബലിറാമായി നിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതല്ലേ? നിശ്ചയമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ? വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. നിശ്ചയം നമുക്ക് മറന്നേക്കാം. എന്ത്? മറക്കാമെന്നോ? എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുമോ? ബലിറാവുമായുള്ള ആലോചന വന്നപ്പോ നീ എന്തുകൊണ്ട് ഇക്കാര്യം പറഞ്ഞില്ല? ആ സമയത്ത് എനിക്ക് ധൈര്യം വന്നില്ല അച്ഛാ. എനിക്ക് വളരെ പേടിയായിരുന്നു. അപ്പൊ നിനക്ക് ഇപ്പൊ ധൈര്യം വന്നല്ലോ. ഭയമൊന്നും ഇല്ലാതായി. എന്തു പറഞ്ഞ് കല്യാണം വേണ്ടെന്ന് വെക്കും? എന്റെ മകൾ എനിക്ക് പരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരനുമായി കടുത്ത പ്രാണത്തിലാണെന്നോ? അങ്ങനെ പറഞ്ഞാൽ മതിയോ? അയാളുടെ കുടുംബത്തെ കുറിച്ച് എനിക്ക് അറിയില്ലല്ലോ. എന്റെ മകൾ മറ്റൊരാളുമായി പ്രേമത്തിലായിരുന്നു എന്ന് മുൻപേ അറിയാമായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനീ നിശ്ചയം നടത്തിയെന്ന് ചോദിക്കില്ലേ? ബലിറാമിന്റെ വീട്ടുകാരനെ വെറുതെ വിടുമോ? അപ്പോൾ ഞാൻ എന്തുത്തരം പറയും? ഇതെന്താ തമാശയാണോ? ജനം ചിരിക്കും, കളിയാക്കി ചിരിക്കും, പിന്നെ മുഖമുയർത്തി നടക്കാൻ പറ്റാതാകും. പൂർണിമ, വിവാഹ നിശ്ചയം എന്നത് രണ്ട് കുടുംബങ്ങളുടെ അഭിമാനത്തിന്റെ കാര്യമാണ്. ഒരു കാര്യം നീ നന്നായി മനസ്സിലാക്കിക്കോ. മകൾ മാതാപിതാക്കളുടെ കണ്ണിലെ കൃഷ്ണമണിയൊക്കെ തന്നെയാണ്. പക്ഷെ കുടുംബത്തിന്റെ അഭിമാനവും അവൾ തന്നെയാണ്. അത് മറക്കരുത്. മാനം പോയാൽ ജീവിച്ചിരുന്നത് കാര്യമില്ല. ഈ വിവാഹ നിശ്ചയത്തിന് മാറ്റമില്ല. മൻസാറാമിന്റെ മകൻ തന്നെയാകും വരൻ. എന്റെ തീരുമാനം ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. രമേശ്, നിന്റെ സിരകളിൽ മാന്യരായ അച്ഛനമ്മമാരുടെ രക്തമാണ് ഒഴുകുന്നതെങ്കിൽ നീ ഇന്നത്തേക്ക് ശേഷം എന്റെ മകൾ പൂർണിമയുമായി ഒരു വാക്കുപോലും സംസാരിക്കില്ല. നിനക്ക് പോകാം. അച്ഛാ, ഗായത്രി, അന്ന് ഞാൻ ചെയ്തതെല്ലാം വളരെ ആലോചിച്ചും മകളുടെ നല്ല ഭാവി ഓർത്തുമാ ചെയ്തത്. ഇക്കാലത്ത് നല്ല ആൺകുട്ടികളെ കിട്ടാനില്ല. നല്ല ബന്ധത്തിനായി കാത്തിരുന്ന് സമയം പാഴാക്കാമെന്നേ ഉള്ളൂ. എന്റെ മകൾ പൂർണിമയ്ക്ക് നല്ല സ്ത്രീധനം കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അല്ല, ഈ നേരത്താരാ? ഞാൻ നോക്കാം. എന്താ പൂർണിമ, നീയോ? ബലിറ അവിടെ? ഞാൻ അകത്തേക്ക് വരട്ടെ? വരൂ മോളെ, വരൂ. അമ്മേ, അമ്മ, കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? കുഴപ്പമൊന്നുമില്ലമ്മേ. പക്ഷെ മോളെ, എന്താ നീ തനിച്ച്? അത് അച്ഛാ, പിന്നെ അത് എന്താ മോളെ, എന്താ കുഴപ്പം? അമ്മേ. ഹലോ. ഹലോ, ഇത് മൻസാറാമാണ് സംസാരിക്കുന്നത്. നമസ്തേ. നമസ്തേ മൻസാറാം. നമസ്തേ. അല്ല, എന്താ വിശേഷിച്ച്? അവിടെ സുഖം തന്നെയല്ലേ? അതിപ്പോ എന്താ പറയാ, എന്നാലും പറയാം. എന്താ കാര്യം? നമ്മുടെ മരുമകള് വീട്ടിലില്ല.
ആരോടും പറയാതെ എവിടേക്കാ പോയെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ ഒരു സമാധാനമില്ല. അല്ല മൻസാറാഞ്ചി, അവൾ ദാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ അത് ശരി, പൂർണിമ അവിടെ എത്തിയിട്ടുണ്ടോ? അതെ, ഇപ്പൊ വന്നേ ഉള്ളൂ. ഇപ്പോഴാ മനസ്സൊന്ന് തണുത്തത്. ഞങ്ങളിവിടെ വല്ലാത്ത വിഷമത്തിലായിരുന്നു. പക്ഷെ സാർ ഒരു കാര്യം പൂർണ്ണയോട് തീർച്ചയായും ചോദിക്കണം. സ്വന്തം വീട്ടിലേക്കാണ് പോകേണ്ടിയിരുന്നതെങ്കിൽ ഞങ്ങളോട് ഒരു വാക്ക് പറയാനില്ലേ? അല്ല അപ്പൊ അവള് ആരോടും പറയാതെ വന്നത്? അതേന്നേ, പൂർണിമയെ കാണാതെ ഞാൻ എവിടെയെല്ലാം ഫോൺ ചെയ്തു സാറിനറിയോ? പൂർണിമ സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുമെന്ന് എനിക്കും സരോജത്തിന് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പോട്ടെ, അവളെ ചീറ്റൊന്നും പറയണ്ട. ഞാൻ ബലിറാമൻ അങ്ങോട്ട് അയക്കാം. അപ്പോ അങ്ങനെയാവട്ടെ. നമസ്തേ. കണ്ടില്ലേ, അന്ന് ഞാൻ പറഞ്ഞതൊന്നും അങ്ങ് ശ്രദ്ധിച്ചില്ല. എന്നിട്ട് പൂർണിമയെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു. അവൾക്ക് ആ വീട്ടിൽ ഉണ്ടായ അനുഭവം എന്താണെന്നറിയോ? ഗായത്രി, ഞാൻ അവരോടൊന്നും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷെ നീ അവരോട് ചോദിക്കണം. എന്തിനാണ് അവരോട് പറയാതെ ഇങ്ങോട്ട് യാത്ര പുറപ്പെട്ടതെന്ന് നീ അവരോട് ചോദിച്ചേ പറ്റി. പക്ഷെ പൂർണിമ അങ്ങനെ അല്ലല്ലോ പറയുന്നത്. ബലിറാമിന് അച്ഛനിൽ നിന്നും വേറിട്ട് സ്വന്തമായി എന്തോ ബിസിനസ് തുടങ്ങണമത്രേ. കുറച്ചു പണം ആളുടെ കയ്യിലുണ്ടത്രേ. ബാക്കി നമ്മൾ സഹായിക്കണമത്രേ. ഇതൊക്കെ നുണയാണ് ഗായത്രി, ഇതൊന്നും സത്യമല്ല. അല്ല അച്ഛാ, ഞാൻ പറഞ്ഞ സത്യ. ഞാൻ ഇതെങ്ങനെ വിശ്വസിക്കും? അല്പം മുമ്പല്ലേ ബലിറാമിന്റെ അച്ഛൻ വിളിച്ചത്. അദ്ദേഹം പറഞ്ഞത് നിന്റെ ഈ വരവിനെ കുറിച്ച് അവർക്ക് അറിയില്ലെന്നാ. പക്ഷെ അച്ഛാ, എന്നെ സ്റ്റേഷൻ വരെ കൊണ്ടുവിടാൻ ചേട്ടനും ഉണ്ടായിരുന്നു. എന്ത്? ആ, എവിടേക്കോ അർജന്റായി പോകാനുണ്ടെന്ന് പറഞ്ഞ് കൂടെ വന്നില്ലെന്ന് മാത്രം. മോളെ, നീ സത്യമാണോ പറയുന്നത്? കാരണം ഇനി മറ്റൊന്നുമല്ലല്ലോ. മറ്റെന്താ? മറ്റെന്ത് കാരണമാ? ഞാൻ തുറന്നു തന്നെ ചോദിച്ചേക്കാം. ഇനിയും നിനക്ക് രമേഷിന് മറക്കാൻ കഴിയില്ലല്ലോ? അച്ഛാ, അച്ഛൻ എന്താണ് ഈ പറയുന്നത്? അച്ഛൻ ആത്മഹത്യ ചെയ്യുന്ന ഭീഷണി മുഴക്കി അന്ന് തൊട്ട് രമേഷിനെ കാണുന്ന നിർത്തി. എത്ര ലാളിച്ചാണ് അച്ഛൻ എന്നെ വളർത്തിയത്. അച്ഛന്റെ വിശ്വാസം തകർക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? മാത്രമല്ല, രമേഷിനെ തന്നെ വിവാഹം ചെയ്യണമായിരുന്നെങ്കിൽ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കുമായിരുന്നില്ല. അതാർക്കും തടയാനും കഴിയില്ലായിരുന്നു. നിയമം എന്റെ കൂടെ നിൽക്കൂ. സ്വന്തം മോളോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ആരെ വിശ്വസിക്കും ഗായത്രി? പൂർണിമ പറഞ്ഞ സത്യമായിരുന്നെങ്കിൽ ബലിറാമിന്റെ അച്ഛൻ എന്തിനിവിടെ അല്പം മുമ്പ് ഫോൺ ചെയ്തു? നിങ്ങൾക്ക് സ്വന്തം മകളെ വിശ്വാസമില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? എനിക്ക് അവൾ പറയുന്ന ഓരോ വാക്കും സത്യമായിട്ടാ തോന്നിയത്. അവർ നേരുള്ളവരല്ലെന്നേ. നമ്മളിൽ നിന്ന് പണം കിട്ടാൻ അവരെന്തോ തന്ത്രം ഉണ്ടാക്കിയതാണെന്നാ എന്റെ സംശയം. അല്ല ഗായത്രി, എത്ര ദുഷ്ടന്മാരായാലും ഇത്ര പെട്ടെന്ന് സ്വന്തം ദുഷ്ടതകൾ ഇങ്ങനെ പുറത്തു കാണിക്കുകയില്ല. ഞാൻ കുറെ ജീവിതം കണ്ടവനാ. അച്ഛാ, അച്ഛൻ എന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ സഹായം ചോദിക്കാനാണ് ഇവിടെ വന്നത്. ചേട്ടൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത് പണത്തിനായാണ്. ഒരു നിമിഷം പോലും ഞാൻ ആ വീട്ടിൽ സമാധാനത്തോടെ കഴിഞ്ഞിട്ടില്ല. അവിടെ എന്റെ ഭർത്താവും ആളുടെ അച്ഛനുമായി എന്തോ സ്വരച്ചേർച്ചയില്ലായ്മയുണ്ട്. ആ വീട്ടിൽ ഞാൻ പുതിയ ആളാണ്. എന്റെ അഭിപ്രായം പറയാൻ എനിക്ക് അധികാരമില്ലല്ലോ. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് അന്നേ സംശയമുണ്ടായിരുന്നു. എന്നെ വിവാഹം കഴിച്ചയച്ച അന്ന് തന്നെ ഒരച്ഛനും മണിയറയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ മകനെ ഒരിക്കലും പുറത്തേക്ക് വിളിച്ചു വരുത്താറില്ല. പക്ഷെ അതും അവിടെ സംഭവിച്ചു. എന്നെ വിശ്വസിക്കണം അച്ഛാ. വിവാഹ ദിവസം ഞാൻ എന്റെ ഭർത്താവിന്റെ കൈ പിടിച്ച് 7 വട്ടം വലം വെച്ചല്ലോ. അന്ന് ഞാൻ രമേഷിനെ കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ആ ഹോമകുണ്ടത്തിൽ എരിച്ചു കളഞ്ഞു. എന്നെ വിശ്വസിക്കണം അച്ഛാ. എനിക്കറിയാം മോളെ, നിന്നെ എനിക്ക് നല്ലവണ്ണം അറിയാം.
തുറന്നു പറയൂ. എന്റെ അച്ഛൻ എല്ലാത്തിനും ഒരു വഴി കണ്ടുപിടിക്കും. തീർച്ചയായും മോളെ. മോള് വിഷമിക്കണ്ട. വാ, പോയി വല്ലതും കഴിക്കും. അമ്മേ, അമ്മേ, എന്താ? ആ, ശരി ശരി. അമ്മേ, ഞാൻ എന്റെ വീട്ടിലേക്ക് അമ്മയോട് ചോദിച്ചിട്ട് തന്നെയല്ലേ പോയത്. പക്ഷെ ഇവിടെ നിന്ന് അച്ഛൻ ഫോൺ ചെയ്ത് പറഞ്ഞു. ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛൻ അങ്ങോട്ട് ഫോൺ ചെയ്ത് പലതും പറഞ്ഞു. ഇല്ല മോനെ, ഇവിടെ നിന്ന് ആരും ഫോൺ ചെയ്തില്ല. എവിടെ അച്ഛൻ ഇതൊക്കെ നിന്നോട് പറഞ്ഞതിന്റെ ഉദ്ദേശം ഈശ്വരനെ അറിയൂ, എനിക്കറിയില്ല. അമ്മേ, അച്ഛനും ഞാനുമായി വഴക്കാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് പൂർണിമയുടെ അച്ഛനോട് ഫോൺ ചെയ്ത് എന്തിനാ പറഞ്ഞതെന്നാ ഞാൻ ചോദിച്ചേ. അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് ആരും ഫോൺ ചെയ്തില്ല. നിന്റെ ഭാര്യ അവളുടെ അച്ഛനും എരുതിയിൽ എണ്ണ ഒഴിച്ച് നിന്നെ ഞങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുക. അതാ സത്യം. അല്ലമ്മേ, അങ്ങനെയല്ല. പൂർണിമേ, നീ അകത്തു പോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നീ അകത്തു പോ. പൂർണിമേ, അമ്മ പറയുന്നത് കേട്ട് വിഷമിക്കരുത് കേട്ടോ. ഇല്ല, ഒരിക്കലുമില്ല. പൂർണിമേ, ഞാൻ പറഞ്ഞ കാര്യം വീട്ടിൽ പറഞ്ഞു. ആ, സൂട്ട് കേസിലുണ്ട്. നോക്കൂ, അമ്മയും അച്ഛനും ദേഷ്യത്തിലാണെന്നത് ശരിയാ. പക്ഷെ വീട്ടിൽ നിന്ന് മാറി താമസിക്കണമെന്ന് പറയുന്നത് ശരിയല്ല കേട്ടോ. പൂർണിമ, നിനക്ക് അച്ഛനെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാ നിന്റെ അച്ഛൻ എന്നെ വിശ്വസിച്ച് പണം തന്നത് നന്നായി. ഇനി ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കും. പൂർണിമ, അച്ഛൻ എത്ര രൂപയാണ് നിന്റെ കൈ തന്നുവിട്ടത്? 50,000. 50,000? ആ, വിവാഹത്തിന് തന്നെ വലിയ ചിലവായി. അച്ഛന്റെ കയ്യില് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ രൂപ അദ്ദേഹം കടം വാങ്ങി തന്നതാണ്. പൂർണിമ, നിന്റെ അച്ഛൻ എത്ര നല്ലയാളാണ്. നിനക്ക് രൂപ തന്നിട്ടുണ്ടെന്ന കാര്യം എന്നോട് പറഞ്ഞതുപോലുമില്ല. 50,000 രൂപ തികയാതെ വരുമെന്ന് സാരമില്ല. കൂട്ടുകാരിൽ നിന്നും മറ്റും കുറെ പണം എനിക്ക് സംഘടിപ്പിക്കേണ്ടതായി വരും. എങ്കിൽ മാത്രമേ ബിസിനസ് ആരംഭിക്കാൻ പറ്റൂ. നീ എന്നെ സഹായിച്ചതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. ഐ എം റിയലി താങ്ക്ഫുൾ ടു യു. സത്യമായി നീ വളരെ നല്ലവനാണ്. സത്യം. സരോജം, സരോജം, എവിടെ പോയി കിടക്കുന്നു നീ സരോജം? എന്താ? എനിക്ക് കേക്കാം, എനിക്ക് ചെവിയുണ്ട്. എന്നാ കേക്ക്. ഇത് കേട്ടാൽ നീ തീർച്ചയായും തല കറങ്ങി വീഴും. എല്ലാം പോയി, എല്ലാം നഷ്ടമായി. ഈശ്വരാ, എന്താ ഉണ്ടായത്? ഞാൻ ഇന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച് നമ്മുടെ ആ പഴയ സുഹൃത്ത് ബഹരി പ്രസാദില്ലേ, അയാളെ കാണാനിടയായി. ഈശ്വര, അപ്പൊ അയാളാണോ എല്ലാം നഷ്ടമാക്കിയേ? ഞാൻ മുഴുവൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇരിക്കെ ഇരിക്കെ. നമ്മുടെ ബഹരി പ്രസാദിന്റെ മൂത്ത മകളില്ലേ, ആ, അവൾക്ക് വിവാഹപ്രായമായി. ബഹരി പ്രസാദ് മൂത്ത മോൾക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ 5 ലക്ഷം രൂപയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നോട് പറഞ്ഞു. എന്റെ ഈശ്വര, എല്ലാം പോയില്ലേ? നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാ. നമുക്ക് ഭയങ്കര നഷ്ടമാ. സ്ത്രീധനമായി 5 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞാൽ അയാളുടെ മോള് സ്വർണ്ണമുട്ട ഇടുന്ന താറാവ് തന്നെ. ആ, നീ പറഞ്ഞത് ശരിയാ. പക്ഷെ പൂർണിമ പോയിട്ട് എന്തായി? വലിയ കാര്യമൊന്നുമില്ല അച്ഛാ. 50,000 ഉള്ളൂ. എന്താ? വെറും 50,000? അതെ അമ്മേ, അത്രേ ഉള്ളൂ. അച്ഛാ,
ഇതും അവളുടെ അച്ഛൻ കടം വാങ്ങി തന്നാണത്രേ. ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല. പക്ഷെ ഈ 5 ലക്ഷം ഞാൻ എങ്ങനെ അടിച്ചു മാറ്റും? എങ്ങനെ? എന്താ ഇത്ര ചിന്തിക്കാൻ? ആളെ പോയി കാണാ. ഞാൻ പോയി കാണാം. എന്നാൽ ഇവളെന്ത് ചെയ്യും സരോജം? ആദ്യത്തവളെ ചെയ്തത് തന്നെ എവളെയും ചെയ്യണം. പക്ഷെ നിനക്ക് ഞാൻ പറഞ്ഞ വെറുതെ മനസ്സിലായില്ല. സമയം കളയണ്ട. ആദ്യത്തവളെ കുറിച്ച് ആരാ അറിഞ്ഞത്? എങ്കിലും വരും. അച്ഛാ, നിങ്ങൾ പറയുന്നത് ഞാൻ ഇതുവരെ അനുസരിച്ചിട്ടില്ലേ? കൂടിയാൽ ഇപ്പം എന്താ വരാനുള്ളത്? കൂട്ടിക്കൊല്ലില്ലല്ലോ. സന്തോഷം. നീ ഈശോയുടെ മനസ്സിൽ ജനിച്ചാ പിന്നെ കാണാൻ പറ്റില്ല. ആ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വാസ്തവത്തിൽ ബഹനി പ്രസാദ്ജി, ഞാനാകെ വിഷമത്തിലാ. എന്തുണ്ടായി? എന്താ പറയാ ബഹനി പ്രസാദ്ജി, എൻ്റെ മകൻ ബലിറാമന്റെ വിവാഹം കഴിഞ്ഞിട്ട് കൂടിയാൽ 1 മാസേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. അവന്റെ ഭാര്യയുടെ സ്വഭാവം വളരെ മോശമാണ് പ്രസാദ്ജി. അവൾ ഞങ്ങളോട് പറയാതെ പുറത്തേക്ക് കറങ്ങാൻ പോവുക, എന്നിട്ട് രാത്രി വളരെ വൈകി വീട്ടിലെത്തുക. ഇത്തരം ദുർനടത്തക്കാരിയ ഒരു പെണ്ണിനെ നിങ്ങൾ എന്തിനാണ് സഹിക്കുന്നത്? എന്ത് ചെയ്യും? ബന്ധുക്കളുടെ മുമ്പിൽ പിന്നെ മുഖമുയർത്തി നടക്കാൻ പറ്റുമോ? ബലിറാമൻ ആദ്യം ഈ ബന്ധത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളാണ് അവനെ നിർബന്ധിച്ചത്. ഈ വിഷം അമൃതാണെന്ന് ഞങ്ങൾ ധരിച്ചു. എന്റെ ഏകമകൻ ബലിറാമന്റെ ജീവിതം ഞാൻ എന്റെ ഭാര്യയും കൂടി നശിപ്പിച്ചു. ബഹനി പ്രസാദ്ജി, വല്ലതും വാങ്ങിക്കഴിച്ച് ചത്തു കളയാനാ തോന്നുന്നത്. എന്താണ് ഈ പറയുന്ന മൻസറാംജി? വെറുതെ കൊച്ചുകുട്ടികളെ പോലെ. ആ ദുർനടത്തക്കാരിയെ വീട്ടിൽ നിന്ന് ഇന്ന് എന്നെ പുറത്താക്ക്, വീട്ടിൽ കൊണ്ടുവന്നാക്ക്. ലോകത്ത് നിയമവും നിഷ്ഠയില്ലെന്നാണോ വിചാരിക്കുന്നത്? ബഹനി പ്രസാദ്ജി, എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കും മുമ്പ് എപ്പോഴും ബന്ധുക്കൾ എന്ത് പറയുന്ന പേടി, അയൽക്കാരെന്ത് വിചാരിക്കും? ബന്ധുക്കളും അയൽക്കാരും എന്തു പറയാനാ? ആദ്യം സ്വന്തം മകന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കും. അയാൾ വളരെ ചെറുപ്പമല്ലേ? അയാൾ എന്തെങ്കിലുമൊക്കെ വരുത്തി വെച്ചാ പിന്നെ ജീവിതകാലം മുഴുവൻ കരയേണ്ടി വരും. അത്രയ്ക്ക് ഞാൻ ചിന്തിച്ചില്ല പ്രസാദ്ജി. നിങ്ങൾ പറഞ്ഞു ശരിയാ. ഞാൻ ഇപ്പോ തന്നെ പോയി ആ വിഷസർപ്പത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കാം. നിങ്ങൾ എന്റെ മനസ്സിന്റെ ഭാരം കുറച്ചു പ്രസാദ്ജി. നന്ദിയുണ്ട്. എന്താ ഇത്ര തിടുക്കം? ഇരിക്കുന്നേ, ഇനി ഊണ് കഴിച്ചിട്ട് പോയാ മതി. ഇനി ഊണൊന്നും കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ബഹനി പ്രസാദ്ജി. എന്റെ മകന്റെ ജീവിതം ഞാൻ കാരണം നശിച്ചുകൊണ്ടിരിക്കുക. ആരുടെ മുഖത്ത് നോക്കാതെ അവൻ സ്വന്തം മുറിയിൽ കഴിച്ചു കൂട്ട. എന്താ വരട്ടെ, പിന്നെ കാണാം. നിൽക്കൂ മൻസാറാംജി. എന്താ? നോക്കൂ, എല്ലാവരും ഒരുപോലെയാണെന്ന് കരുതരുത്. മനസ്സിലായില്ല. അതിന് ഞാൻ മുഴുവനാക്കിയില്ലല്ലോ. നിങ്ങളുടെ മരുമകൾ ദുർനടത്തക്കാരിയാണെന്നതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ മകനും എന്തു പിഴച്ചു? വേഗം ആ ബന്ധം ഒഴിവാക്കുക. പെൺകുട്ടികൾക്ക് ഒരു ക്ഷാമവും ഇല്ല ഈ ലോകത്ത്. എല്ലാവർക്കും അറിയാം നിങ്ങൾ മാന്യനാണ്. മാന്യനായ ഒരു വ്യക്തിയുടെ മകനും മാന്യനായിരിക്കും. ബലിറാമിന് ഇനിയും നല്ലൊരു ബന്ധം കിട്ടിയേക്കും മൻസാറാംജി. എന്തായി പറയണ ബഹനി പ്രസാദ്ജി? എന്റെ മോൻ ഇനി ആരാണ് പെണ്ണു കൊടുക്കുക? മൻസാറാംജി, ഒരു സുഹൃത്തെന്ന നിലയിലല്ലേ എന്നെ കാണാൻ വന്നത്. നിങ്ങളെ ഞാൻ വെറും കൈയോടെ പറഞ്ഞയക്കില്ല. എനിക്കൊന്നും മനസ്സിലായല്ലേ ബഹനി പ്രസാദ്ജി. നോക്കൂ, സ്വന്തം പ്രശ്നം അറിയിക്കാനാണ് നിങ്ങൾ ഇവിടെ വന്നത്. ഞാൻ അതിനുള്ള പരിഹാരം പറഞ്ഞു തന്നു. ഇനി വേഗം ആ പെൺകുട്ടിയുമായുള്ള ബന്ധം ഒഴിവാക്ക്, എന്നിട്ട് ഈ വീട്ടിലേക്ക് വരൂ. ഇവിടെ നിന്നും ഒരു ബന്ധമായി കൂടെ. എന്ത്? അതെ ബഹനി പ്രസാദ്ജി, വളരെ വളരെ നന്ദിയുണ്ട്. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട് ബഹനി പ്രസാദ്ജി. നിങ്ങൾ എന്റെ മകന്റെ ജീവൻ രക്ഷിച്ചു. നിങ്ങൾ മനുഷ്യനല്ല, ഈശ്വരനാണ് ബഹനി പ്രസാദ്ജി. ഈശ്വരനാണ് ബഹനി പ്രസാദ്ജി, ഈശ്വരനാണ്. എന്താണ് ഈ കാട്ടണത്? അങ്ങ് മഹാനാണ് ബഹനി പ്രസാദ്ജി, അങ്ങ് മഹാനാണ്, അങ്ങ് മഹാനാണ്. അല്ല, ബലിറാമോ? നമസ്കാരം. സുഖല്ലേ മോനെ? സുഖം തന്നെ അമ്മേ. ആരാ വന്നത്? ദാ ബലിറാം വന്നിരിക്കുന്നു. അല്ല, ബലിറാമ വരൂ. ഇരിക്കൂ മോനെ, നിങ്ങൾ സംസാരിച്ചിരിക്കൂ. ഞാൻ ചായ കൊണ്ടുവരാം. ഓക്കെ? ശരി അമ്മേ.
നന്നായി വരും. എന്തു പറ്റി മോനെ? എന്താ മുഖം വല്ലാതിരിക്കുന്നത്? അതെ അച്ഛൻ, ആകെ ടെൻഷനില്ല. എങ്ങനെ അത് പറയാതിരുന്നാലും ശരിയാവില്ല. എന്താ ബൽറാം, എന്തുണ്ടായത്? അച്ഛ, പൂർണിമ എന്താ എന്തു പറ്റി പൂർണ്ണയ്ക്ക്? പൂർണിമ ഇന്നലെ വന്ന് ആരോടൊന്നും പറയാതെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് കാണുമല്ല. ഇല്ല, അവൾ ഇവിടെ വന്നില്ലല്ലോ. ഇവിടെ വന്നു. പിന്നെ ഇവിടെ പോയി. വീട്ടിലെല്ലാവരും അവനെ അന്വേഷിക്കുക. എല്ലാവരും വിഷമത്തിലാണ്. അതെ, ഇതുവരെ ഒരു കാര്യം ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ പൂർണ്ണിമ ഇവിടെ വന്നത് എന്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവളെന്ന് പറഞ്ഞത് എല്ലാം നിനക്കറിയാമെന്നാണല്ലോ. എന്ത്? എനിക്കറിയാമെന്നോ? അതെ, അവളുടെ കയ്യിൽ 50,000 രൂപയും ഞാൻ കൊടുത്തു. എന്ത്? ആ, നീയും നിന്റെ അച്ഛനും തമ്മിൽ എന്തോ വഴക്കുണ്ടായെന്ന് അവൾ എന്നോട് പറയുകയും ചെയ്തു. ഇല്ല അച്ഛാ, അത് പച്ചക്കള്ളമാണ്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നു, എന്തിനാണ് പൂർണിമ ഇങ്ങനെ പറഞ്ഞതെന്ന്. അച്ഛാ, ഞാൻ ഈശ്വരനെ സാക്ഷിയാക്കി പറയുകയാണ്, എനിക്ക് 50,000 കുറിച്ച് ഒന്നും അറിയില്ല. അവർക്ക് രൂപ വേണമെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നു, ഞാൻ കൊടുക്കുമായിരുന്നില്ലേ. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങൾക്ക് എന്തിന്റെ കുറവാണ്? ഈശ്വരൻ ഞങ്ങൾക്ക് എല്ലാം തന്നിട്ടുണ്ട്. പിന്നെന്തും ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കണം. പിന്നെ ഞങ്ങൾക്ക് പൈസ വേണമായിരുന്നെങ്കിൽ ഞങ്ങൾ വിവാഹത്തിന് മുമ്പ് ശ്രീധനം ചോദിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ശ്രീധനം എന്ന ഏർപ്പാടിനെ എതിരാണ്. വീട്ടിലെല്ലാവരും വിഷമത്തിലാണ്. പൂർണിമയുടെ ഫോൺ വന്നാൽ വല്ല വിവരം കിട്ടിയാൽ ഉടനെ ഫോൺ ചെയ്യാം. അല്ല സാർ, ഇവിടെ നാടകമൊന്നും വേണ്ട. നീചന്മാരെ പലരെയും കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ പോലൊരു നീചനെ. സാർ എന്തായി പറയണേ? അഭിനയമൊന്നും ഇവിടെ വേണ്ട. പൂർണിമ എവിടെയാണ്? പൂർണിമ അവളുടെ ഭർത്താവിന്റെ വീട്ടിലുണ്ടാകൂ. ഞാൻ പൂർണിമയെ കണ്ടിട്ട് 6 മാസമായി. സാർ എന്നെ പൂർണിമയെ കാണരുതെന്ന് വിലക്കിയ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പൂർണിമയെ കണ്ടിട്ടില്ല. നീ നുണ പറയുകയാണ്. നല്ലൊരു തറവാട്ടിലെ പയ്യനുമായി വിവാഹം നടന്നു കഴിഞ്ഞാൽ അവൾ നിന്നെ മറക്കുമെന്ന് കരുതി. പക്ഷെ എല്ലാം പിഴച്ചു. ഇപ്പോൾ അവൾ അതൊക്കെ മറന്ന് നിന്റെ കൂടെ. നിർത്തൂ, ദയവായി നിർത്തണം. താങ്കൾ അതിൽ കിടക്കുന്നു. താങ്കൾക്ക് ബുദ്ധിമാനം സംഭവിച്ചെന്നാണ് തോന്നുന്നത്. പൂർണിമയെ ഞാൻ സ്നേഹിക്കുന്നു എന്നത് സത്യമാണ്. ഇപ്പോഴും അത് തുടരുന്നു. പക്ഷെ വിവാഹശേഷം ഞങ്ങൾ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് ദയവായി താങ്കൾ വിശ്വസിക്കണം സാർ. എനിക്കൊന്നേ പറയാനുള്ളൂ, താങ്കൾക്ക് സ്വന്തം മകൾ പൂർണിമയെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായും താങ്കൾക്ക് മറ്റൊരാളെയും ജീവിതത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. എനിക്ക് താങ്കളെ ബഹുമാനമാണ്, ആദരവാണ്. പൂർണിമയ്ക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് താങ്കൾ ഇവിടെ വന്ന് എന്നോട് ചൂടായത്. പക്ഷെ സാറ് പൂർണിമയെ കുറിച്ച് സംസാരിച്ച രീതിയുണ്ടല്ലോ, അത് വളരെ മോശമായി. താങ്കൾ സ്വന്തം മകളുടെ ചാരിത്രത്തെയും ആത്മാർത്ഥതയെയും നികൃഷ്ടമായ രീതിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നു. നിങ്ങളൊരു അച്ഛനാണോ? നാണമില്ലേ നിങ്ങൾക്ക്? സ്വന്തം മകളെ 20 വർഷത്തോളം അടുത്തെറിഞ്ഞിട്ടും നിങ്ങൾക്ക് അവളെ മനസ്സിലാക്കാനായില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ കുറിച്ചോർത്ത് പരിതപിക്കാനേ കഴിയൂ. ഇതുവരെ ഞാനും എങ്ങനെയോ മനസ്സ് നിയന്ത്രിച്ചു നിൽക്കുകയാണ്. ഇനി നിയന്ത്രണം വിട്ടേക്കാം സാർ. പ്ലീസ്, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകണം. വന്നോ? എവിടെ പോയിരുന്നു? എവിടെ പോയിരുന്നെന്ന് ദയവ് ചെയ്ത് പറയൂ. ചോദിക്കരുത്, എന്നോടൊന്നും ഇപ്പോൾ ചോദിക്കരുത്. പൂർണിമ അവിടെ ഉണ്ടായിരിക്കുമെന്ന് കരുതിയാണ്
ഞാൻ ധൈര്യം സംഭരിച്ച് അവിടെ പോയത് ഗായത്രി. പക്ഷെ അവൾ അവിടെ ചെന്നിട്ടില്ല. നമുക്കെല്ലാം നഷ്ടമായി, എല്ലാം നഷ്ടമായി ഗായത്രി. നാം ഇനി ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും ഗായത്രി? അവളുടെ ഭർത്താവിന്റെ വീട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് അവൾ അന്വേഷിക്കുന്നുണ്ട്. എന്റെ മോൾ എവിടെയാണെന്ന് ഈശ്വരനെ അറിയൂ. ആരാണ് നീ? പൂർണിമേ, നീ എന്തിനിവിടെ വന്നു? നീ ഞങ്ങളുടെ മാനം കളഞ്ഞു കുളിച്ചു. നീ മൂലം ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാതായിരിക്കുന്നു. ഇതിലും ഭേദം നിനക്ക് ചാകാമായിരുന്നില്ലേ? എനിക്ക് ജീവനില്ല. എന്റെ ജഡം ഇവിടെ നിന്നും വളരെ ദൂരെയാണ് മറവ് ചെയ്തത്. ഈ നിൽക്കുന്നത് അച്ഛന്റെ മകളല്ല, അവളുടെ ആത്മാവാണ്. എന്തുണ്ടായി പൂർണിമ? എന്തുണ്ടായി? ഇനി കരഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? അച്ഛൻ, നിങ്ങൾ എന്നെ പണക്കൊതിയന്മാരുടെ വീട്ടിലേക്കാണ് പറഞ്ഞു വിട്ടത്. ആദ്യം എന്റെ ഭർത്താവ് അച്ഛനോട് പണം ചോദിക്കാനായി എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടു. പക്ഷെ മോളെ, ബലിറാം പറഞ്ഞത് അവന് രൂപ കിട്ടിയില്ല എന്നാണല്ലോ. രൂപയെ കുറിച്ച് അവന് ഒന്നും അറിയില്ലത്രേ. എല്ലാം നുണയാണ്, പച്ചക്കള്ളമാണ് അച്ഛാ. എല്ലാം അവരുടെ തന്ത്രമായിരുന്നു. എല്ലാറ്റിനും പിന്നിൽ വലിയ രഹസ്യങ്ങളുണ്ട്. പക്ഷെ എന്തു വന്നാലും ഞാൻ അവരെ വെറുതെ വിടില്ല. മോളെ, സംഭവിച്ചതിനൊക്കെ എനിക്ക് നീ മാപ്പ് തരണം മോളെ. ഞാൻ നിന്നെയും തിരഞ്ഞ് രമേശിന്റെ വീട്ടിലും പോയിരുന്നു. അവന്റെ വീട്ടിൽ ചെന്ന് ഞാൻ അവനെ അപമാനിച്ചു. രമേശിനോട് ദേഷ്യപ്പെട്ടിട്ട് എന്ത് കാര്യം അച്ഛാ? എന്റെ അഭിമാനം കാത്തു രക്ഷിക്കാനും എനിക്ക് പേരുദോഷം വരാതിരിക്കാനും രമേശ് എന്നെ കാണുന്നത് നിർത്തി. പക്ഷെ ഒന്നുണ്ട്, വിവാഹത്തിന് മുമ്പ് ഒരിക്കൽ എനിക്ക് ഫോൺ ചെയ്തു. ജീവിതം മുഴുവൻ എന്റെ ഓർമ്മകളുമായി കഴിഞ്ഞുകൊള്ളാമെന്നും ഇനി ഒരിക്കലും എന്നെ കാണാൻ വരില്ലെന്നും രമേശ് പറഞ്ഞു. ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? എനിക്കറിയാം മോളെ. ആ ദുഷ്ടന്മാർ സ്ത്രീധനത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണെന്ന് എനിക്ക് അറിയാം പൂർണിമേ. അമ്മേ, അവർ തന്ത്രശാലികളാണ്. എല്ലാം ഓർക്കാപ്പുറത്തായിരുന്നു. എന്തോ ഗൂഢനീക്കം നടക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷെ അവരുടെ പദ്ധതികളെല്ലാം വളരെ രഹസ്യമായിരുന്നു. ഞാൻ വീട് വിട്ടുപോയെന്ന് അവർ എല്ലായിടത്തും പറഞ്ഞു പരത്തി. അച്ഛൻ ഇനി പോലീസിൽ പരാതിപ്പെട്ടാലും ആരും സഹായിക്കാനുണ്ടാവില്ല. എനിക്ക് എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് സംഭവിച്ചത്? അത് എനിക്കും ആ വീട്ടുകാർക്കും അല്ലാതെ മറ്റാർക്കും തന്നെ അറിയില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ ആ നീചന്മാരെ വെറുതെ വിടില്ല. അവരെ ഞാൻ വെറുതെ വിടില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല അച്ഛൻ. അവരോട് ഞാൻ പ്രതികാരം ചോദിക്കും. എല്ലാം അനുഭവിച്ചത് ഞാനല്ല. അതുകൊണ്ട് ഞാൻ തന്നെ പകരം ചോദിക്കും. എങ്കിലേ ശരിയാകൂ. അച്ഛൻ ഇനി ഒന്നും ചെയ്യണ്ട. എല്ലാം ഞാൻ തന്നെ നോക്കാം. ഞാൻ എന്റെ നിയമം നടപ്പിലാക്കും. കോടതി എന്റേതായിരിക്കും. വിധികർത്താവ് ഞാൻ തന്നെ. മോളെ, മോളെ.
ഗായത്രി, ഗായത്രി, സത്യത്തിൽ പൂർണിമയ്ക്ക് ഈ ഗതി വന്നത് ഞാൻ മൂലമാണ്. പൂർണിമയെ ഞാൻ രമേശ് വിവാഹം കഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇതൊന്നും കാണേണ്ടി വരുമായിരുന്നില്ല. ഗായത്രി, ഇതൊന്നും കാണേണ്ടി വരുമായിരുന്നില്ല. ആർക്കാണ് ഫോൺ ചെയ്യുന്നത്? പൂർണിമേ, താൻ എല്ലാവരും തന്നെ കാണാതെ വിഷമിച്ചിരിക്കാം. ഞാൻ തന്റെ വീട്ടിലേക്ക് വിളിക്കായിരിക്കുന്നു. എനിക്കറിയാം രമേശ്. പക്ഷെ എന്താ ഉണ്ടായത്? താൻ എവിടെയായിരുന്നു? ഞാൻ എവിടെയാണെന്ന കാര്യം ആർക്കും ഊഹിക്കാൻ കഴിയില്ല. എന്റെ ജഡം മറവ് ചെയ്ത സ്ഥലം ഒരാൾക്കും കണ്ടെത്താനും കഴിയില്ല. താൻ എന്തൊക്കെയാ പറഞ്ഞേ? അതെ രമേശ്, ഞാൻ പൂർണിമയുടെ ആത്മാവാണ്. പൂർണിമ, പ്ലീസ് പ്ലീസ്, ഈ സമയത്തെങ്കിലും നീ തമാശ ഒന്ന് നിർത്ത്. ഇതുവരെ എവിടെയായിരുന്നു പറയ. വിശ്വാസം വരുന്നില്ലെങ്കിൽ തൊട്ടു നോക്കൂ രമേശ്. വിശ്വാസം വരുന്നില്ല. പൂർണിമേ, താൻ? അതെ രമേശ്, സ്ത്രീധനത്തിന്റെ ബലിയാടാണ് ഞാൻ. ആ നീചന്മാർ ആദ്യം എന്റെ പേര് ചീത്തയാക്കി, ദുർനടത്തക്കാരിയായി ചിത്രീകരിച്ചു. അവരുടെ നീക്കങ്ങൾ വളരെ ഗൂഢമായ ഒന്നായിരുന്നു രമേശ്. എല്ലാവരും കൂടി കുലദൈവത്തിന്റെ ക്ഷേത്രത്തിൽ പോകുന്നു എന്ന വ്യാജേന എന്നെ കൂടെ കൊണ്ടുപോയി. ഇതെന്താ? പ്ലീസ് എന്നെ ഒന്ന് ചെയ്യരുത്. എന്നെ ഒന്ന്
ഒന്നും ചെയ്യല്ലേ. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. പ്ലീസ്. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. ഇതാ മോനെ, ഈ മംഗളകർമ്മം നീ തന്നെ നടത്ത്. അവർക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിഞ്ഞു? പൂർണ്ണിമ, മരുമകൾ കുടുംബത്തിന് വിളക്കാണെന്നല്ലേ നമ്മുടെ സങ്കല്പം? അവരെല്ലാം കണ്ണി ചോരയില്ലാത്തവരാ. ഞാൻ ആ 3 പേരെയും ജീവനോട് വിടില്ല. ആ ദുഷ്ടരോട് ഞാൻ ഇന്ന് തന്നെ പ്രതികാരം ചോദിക്കും. വേണ്ട രമേശ്. രമേശ് അവരെ ഞാൻ അവരെ കൊല്ലും പൂർണ്ണിമേ. 3 എണ്ണത്തിനെയും ഞാൻ വകവരുത്തും. വേണ്ട രമേശ്. എന്റെ ഘാതകരെ താൻ കൊല ചെയ്താൽ രമേശിനെ നിയമം ശിക്ഷിക്കും. അവരുടെ കുറ്റം തെളിയിക്കപ്പെടുകയുമില്ല. അവർക്കെതിരായ സാക്ഷി ഞാനാണ്. ഞാൻ മാത്രം. ജീവൻ പോയ എനിക്ക് അവർക്കെതിരെ കോടതിയിൽ മൊഴി നൽകാനും പറ്റില്ലല്ലോ. അപ്പോൾ അവരെ വെറുതെ വിടണമെന്നാണ്. കോടതി എന്നെ ശിക്ഷിച്ചാലും പ്രശ്നമില്ല. താനില്ലാത്ത ലോകത്ത് എനിക്കും ജീവിക്കണ്ട. അരുത് രമേശ്. രമേശ് ജീവിച്ചിരിക്കണം എനിക്ക് വേണ്ടി. അത് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. എന്റെ മരണശേഷം എന്റെ അച്ഛനും അമ്മയും മാനസികമായി തകർന്നു കഴിഞ്ഞിരിക്കുന്നു. അവരെ രമേശ് ആശ്വസിപ്പിക്കണം. എന്തായാലും രമേശ് വിഷമിക്കേണ്ട. എന്റെ ഘാതകരായ ആ 3 പേരും ഒരിക്കലും ജീവനോടെ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവരോട് ഞാൻ പ്രതികാരം ചെയ്യും. അവർക്കുള്ള ശിക്ഷ ഞാൻ നൽകും. അതും തന്റെ സഹായത്തോടെ. പക്ഷേ എങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ, തന്റെ സഹായത്തോടെ. രമേശ് എന്നെ സഹായിക്കില്ലേ? തീർച്ചയായും. എന്താ അത്ര സംശയം? എങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ക്യാ ബോലൂ? ബൈക്ക് ചാരാവായി ഇവിടെ ഡയലോഗില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. കട്ടണ പിന്നെ ഈശ്വര, എന്തൊക്കെ മോഹിച്ചതായിരുന്നു. മോന്റെ കല്യാണം കഴിഞ്ഞ് വീട്ടില് മരുമകൾ വന്ന വേറെ കുട്ടികളുണ്ടാകും. എന്തെല്ലാം സ്വപ്നം കണ്ടതാ. ഭഗനി പ്രസാദ്ജി, നിങ്ങൾ വന്ന സമയം. മൻസാറാംജി, ഞാൻ വന്നത് ശരിയായ സമയത്താ. ഞാൻ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ വന്നതാ. നോക്കൂ മൻസാറാംജി, ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതാ, നടന്നതൊക്കെ മറന്നു കളയാനായി ശ്രമിക്കണം. ഇതിന് നിങ്ങൾ നിരപരാധിയാ. നിങ്ങൾ ഒട്ടും വിഷമിക്കരുതെന്നാ എന്റെ അഭിപ്രായം. മൻസാറാംജി, ഞാൻ ഒരാലോചനയുമായാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആലോചനയോ? നിങ്ങൾ എൻ്റെ മകൾ താരയെ ഈ വീട്ടിലെ മരുമകളായി സ്വീകരിക്കും. എന്ത്? ഭഗനി പ്രസാദ്ജി, ഇത് നിങ്ങളുടെ സന്മനസ് കൊണ്ട് മാത്ര. നോക്കൂ മൻസാറാംജി, തീർത്തും മാന്യമായൊരു കുടുംബമാണ് നിങ്ങളുടേത്. എന്റെ മകൾക്ക് ഇവിടെ യാതൊന്നിന്റെയും കുറവുണ്ടാവില്ല എന്നും എനിക്ക് ഉറപ്പുണ്ട്.
നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ വിവാഹ നിശ്ചയം ഉടൻ തന്നെ നടത്താം. ഇത് ഞങ്ങളുടെ മഹാഭാഗ്യം തന്നെയാ. നിങ്ങൾ ദേവദൂതനെ പോലെ ഇവിടെ വന്നു. എന്താ സരോജം? ഓം നമോ സർവജ്ഞദേവൈ തസ്മൈ നമഃ. 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 ഓം നമോ ദേവോ സർവജ്ഞദേവൈ തസ്മൈ നമഃ. ഓം നമോ ദേവോ സർവജ്ഞദേവൈ തസ്മൈ. നിശ്ചയത്തിനുള്ള സമയമായി, കുട്ടി അങ്ങോട്ട് വിളിച്ചോളൂ. അവൾ ഇപ്പൊ ഇങ്ങെത്തും തിരുമേനി. വന്നാട്ടെ മോളെ. ഭംഗിയായില്ലേ? എല്ലാം ഭംഗിയായില്ലേ? ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് വരൂ. നോക്കൂ മൻസാറാണ്, ഇനി ആ പെൺകുട്ടിയുമായുള്ള ബന്ധം ഒഴിയണം. എന്നാലേ ഈ വിവാഹം നമുക്ക് വേഗം നടത്താൻ പറ്റൂ. ശരി ഭഗനി പ്രസാദ്ജി, താങ്കൾ എന്റെ കുടുംബത്തിനെയും മാനം രക്ഷിച്ചു. അതൊക്കെ പോട്ടെന്നേ, വേഗം നമുക്ക് വിവാഹം നടത്തണം. നോക്കൂ, ഞാൻ എൻ്റെ 5 പെൺമക്കളുടെയും സ്ത്രീധനം എപ്പോഴേ കരുതി വെച്ചിട്ടുള്ളതാ. ഓരോ മക്കൾക്കും സ്ത്രീധനമായി 10 ലക്ഷം രൂപ ക്യാഷ്. അരുത്, അങ്ങനെ പറയരുത് ഭഗനി പ്രസാദ്ജി. എനിക്ക് സ്ത്രീധനവും വേണ്ട, പണവും വേണ്ട. എനിക്ക് എന്റെ തറവാടിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഒരു മരുമകളെ മാത്രമേ വേണ്ടൂ. എന്റെ മകനെ എന്നും സന്തോഷവാനായി കാണണം. ശരി മൻസാറാംജി, എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ നടത്തി തരാം. ശരി. കണ്ടില്ലേ സരോജം, എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ അങ്ങോട്ട് നടന്നു. പൂർണിമയെ ഒഴിവാക്കി ഇനി ബഹനിപ്രസാദിന്റെ മകൾ താരയുമായി വിവാഹം. പരിശ്രമിക്കുകയിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിയുന്നേ. ഇത്തവണ നിങ്ങളുടെ പ്രകടനം ഗംഭീരമായി. അല്ല സരോജം, ഇവനെന്തു പറ്റി? അല്ല മോനെ, നിനക്ക് എന്തു പറ്റി? എന്താ താരയെ നിനക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടത്തിന് കുറവൊന്നുമില്ല, പക്ഷെ അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനിപ്പോ എന്താ ചെയ്തേ? വെറുതെ ഒരു വിവാഹ നിശ്ചയം. അച്ഛൻ എന്തിനാ വെറുതെ എന്നെ സമ്മതിച്ചേ? നേരിട്ട് വിവാഹമായിരുന്നെങ്കിൽ ഈ സമയം നമുക്ക് 10 ലക്ഷം രൂപ കിട്ടിയേനെ. ബലിറാം, നീ മനസ്സിൽ കാണുന്നതിന് മുമ്പ് ഞാൻ മരത്തിൽ കാണും. നിന്റെ നോട്ട 10 ലക്ഷത്തി മാത്ര, പക്ഷെ എന്റെ നോട്ട 50 ലക്ഷം മോനെ. നീ അവിടുത്തെ മരുമനാൻ പോവല്ലേ? അമ്മായിയപ്പന് പണമുണ്ടെങ്കിൽ സംബന്ധം പരമാനന്ദം. ഇനി നിന്റെ കയ്യിലെല്ലാം. നിന്റെ അമ്മായിയപ്പനിൽ നിന്ന് പൈസ എങ്ങനെ കൈക്കലാക്കണമെന്ന് നിനക്കാരും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇതെന്താ അവിടെ? മോനെ സൂക്ഷിക്ക്. എന്തത്? എങ്ങനെ തീ പിടിച്ചൂടെ? പതുക്കെ മോനെ. അമ്മേ
സരോജം, ഒന്നും പറ്റിയില്ലോ നിനക്ക്? അയ്യോ, അച്ഛാ, എന്താ ഇത്? ഇതെങ്ങനെ സംഭവിച്ചു? ഓ 3 പേരെയും കാണുമ്പോൾ എന്റെ കോപാഗ്നിയിൽ അവരെ ഭസ്മമാക്കാനാ തോന്നുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, ഒന്നിനും കഴിയുന്നില്ല. രമേശ്, താരയുമുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ അവർ പണം തട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. പെൺകുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും തീർച്ചയായും സ്ത്രീധന വ്യവസ്ഥയിൽ പങ്കുണ്ട്. ബഹിനി പ്രസാദ് യാതൊരു അന്വേഷണവും കൂടാതെ സ്വന്തം മകളെ ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടാൻ പോവുകയാണ്. അവരുടെ തന്ത്രം ഇപ്രാവശ്യം നടക്കോ? അവർ തന്ത്രശാലികളാണ്, നീചന്മാരാണ്. അവരങ്ങനെ വിടാൻ പറ്റില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇനി എപ്പോഴാണ്? അവരുടെ ദുഷ്ടത മുഴുവൻ പുറത്തു വരട്ടെ, എന്നിട്ട് മതി. ബലിറാം ബലിറാം ബലിറാം, നീ എന്തായി പറയുന്നേ? നീ സ്വന്തമായി ബിസിനസ് ചെയ്യണ്ട എന്നല്ല ഞാൻ പറഞ്ഞത് മോനെ. ബിസിനസിന് വേണ്ടി എല്ലാവരും കൂട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ബാങ്കിൽ നിന്നൊക്കെ കടം വാങ്ങാറുണ്ട്. പക്ഷെ അവരുമായി ബന്ധുത ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും കടം വാങ്ങാന്ന് പറഞ്ഞാൽ വേണ്ട, അത് ശരിയാവുന്നു തോന്നുന്നില്ല. മോനെ, അവര് നമ്മെ കുറിച്ച് എന്താ വിചാരിക്കുക? അച്ഛാ, എനിക്ക് ആരുടെയും പണം വെറുതെ വേണ്ട, കടമായിട്ടേ വേണ്ടൂ. ബിസിനസ് അങ്ങോട്ട് ഓടി തുടങ്ങിയ വാങ്ങിയ പണം തിരിച്ചും കൊടുക്കാം. വേണ്ട വേണ്ട മോനെ, ഞാൻ അതിന് സമ്മതിക്കില്ല. മോനെ, ഈ മനസ്സാറാം ഇതുവരെ ആരുടെ മുമ്പിലും കൈനീട്ടിയിട്ടില്ല എന്ന് മോന് നന്നായിട്ട് അറിയാമല്ലോ. മറന്നു കേൾക്ക. ബഹനി പ്രസാദ് എന്റെ കൂട്ടുകാരനായിരുന്നു, പക്ഷെ ഇപ്പോൾ ബന്ധു കൂടിയാണ്. വിവാഹത്തിന് സമ്മതിച്ചു തന്നെ മഹാഭാഗ്യ. അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തോട് തന്നെ നീ കടം ചോദിക്കണത് എനിക്ക് ഇഷ്ടമല്ല എന്റെ മോനെ. നീ ഞാൻ പറയുന്നത് കേൾക്ക്, എന്നിട്ട് വേറെ വല്ല വഴി ആലോചിക്കും. മോനെ, ഇത് പൈസയുടെ കാര്യമാണ്. നിനക്ക് വേണ്ട കുറച്ചൊന്നുമില്ല, 10 ലക്ഷമാണ്. അച്ഛാ, ഞാൻ പറയുന്നത് ആഹാ, മൻസറാംജി സന്തോഷായി. അല്ല ഭനി പ്രസാദ്ജി, താങ്കൾ? നമസ്കാരം. നമസ്കാരം. നല്ലത് വരട്ടെ മോളെ. നല്ലത് വരട്ടെ, നല്ലത് വരട്ടെ. വരൂന്നേ, വരൂ വരൂ, ആത്തിരിക്കാം. അതൊക്കെ പിന്നെ ആകട്ടെ. പക്ഷെ എനിക്കൊരു പരാതിയുണ്ട്. പരാതിയോ? മൻസറാംജി, നിങ്ങൾ എന്നെ ഇപ്പോഴും സ്വന്തമായി കണ്ടിട്ടില്ല, അതാണ് സത്യം. എന്തായി പറയുന്നത് ബഹനി പ്രസാദ്ജി? ഞാൻ എന്ത് ചെയ്തു? എന്തു ചെയ്തുവെന്നോ? നിങ്ങളുടെ സംഭാഷണം മുഴുവനും ഞാൻ കേട്ടു. എന്ത്? അതെ മൻസറാംജി, എന്റെ വരുംകാല മരുമകന് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, അയാൾക്ക് ബിസിനസ് തുടങ്ങാൻ പണത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ അത് കടം വാങ്ങേണ്ടതുണ്ടോ? അപ്പോ ഈ ഉള്ളവന് ഒരു സ്ഥാനമില്ലേ? താങ്കൾ എന്താണ് ഈ പറയുന്നത് ബഹനി പ്രസാദ്ജി? ഞാൻ പറഞ്ഞു വരുന്നത് സത്യമാ. ഈ വീട്ടിലേക്ക് തന്നെയല്ലേ എന്റെ മകൾക്ക് കയറി വരേണ്ടത്. അതുകൊണ്ട് ഒന്നും പറയണ്ട. ബലിറാമിന്റെ ഏത് ആഗ്രഹവും ഞാൻ സഹായിച്ചു കൊടുക്കും. നിങ്ങൾ ഇതിൽ ഇടപെടരുത്. മോനെ ബലിറാം, ഞാൻ നാളെ തന്നെ 10 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് എടുത്ത് ഇവിടെ എത്തിച്ചേരാം. ഇനി എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഇനി ഇക്കാര്യത്തെ പറ്റി മൻസാറാംജി എന്തു പറയാനാ? ശരിയല്ലേ മൻസാറാംജി? ഇനി ഞാൻ എന്ത് പറയാനാണ് ബഹനി പ്രസാദ്ജി? അല്ല മോനെ, എന്നെ എന്തിനാ നീ ഇങ്ങനെ നോക്കുന്നേ? ആശീർവാദം വാങ്ങ, അദ്ദേഹത്തിന്റെ ആശീർവാദം വാങ്ങ.
ആരാ? ആരാണ്? നേരിട്ട് വന്നൂടെ? നേരിട്ട് വരൂ. ആരാ? പൂർണിമയാണ്. ഏത് പൂർണിമ? നിങ്ങൾ വിവാഹം ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ ഭാര്യയായിരുന്നു ഞാൻ. ഓ, ഇവിടെ വരാൻ എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വന്നു? മാന്യരായ അവരുടെ മുഖത്ത് കരിവാരി തേച്ചിട്ടല്ലേ നിങ്ങൾ അവിടെ നിന്നും പോയത്? പക്ഷെ ഇവിടെ എന്തിനു വന്നു? അവരെ പറ്റി ഇല്ലാത്തത് പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിപ്പിക്കാനാണോ? അല്ല, എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഒരിക്കലും നിങ്ങൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഓഹോ, എന്നാൽ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണെന്ന് പറയൂ. എനിക്കുണ്ടായ അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഞാൻ പൂർണിമയുടെ ആത്മാവാണ്. ആത്മാവോ? ആ, വിശ്വാസം വരുന്നില്ലെങ്കിൽ തൊട്ടു നോക്കിക്കൊള്ളു. പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. എനിക്ക് വിവാഹശേഷം ഉണ്ടായ അനുഭവം നിങ്ങൾക്ക് വിവാഹത്തിന് മുമ്പ് തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്ന് ബലമായി ഞാൻ സംശയിക്കുന്നു. എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ അച്ഛന്റെ കയ്യിൽ നിന്നും വിവാഹത്തിന് മുമ്പ് തന്നെ 10 ലക്ഷം രൂപ തട്ടിയെടുക്കാനുള്ള അവരുടെ തന്ത്രം ഫലിക്കാൻ പോകുന്നു. വിവാഹത്തിന് മുമ്പ് 10 ലക്ഷം, വിവാഹശേഷം പിന്നെ എന്താകും? പിന്നെ പൈസ കിട്ടാതെ വന്നാൽ എനിക്കുണ്ടായ അനുഭവം അത് തന്നെ നിങ്ങൾക്കും ഉണ്ടാകും. വീട്ടിൽ നിന്നും ഓടിപ്പോയെന്ന് പറയും. അതിനുശേഷം പിന്നെ തീക്കളിയും. പക്ഷെ നിങ്ങൾ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അതാ അപ്പുറത്ത് നിൽക്കുന്നത് രമേശാണ്. രമേശ് നടന്നതെല്ലാം നിങ്ങളെ അറിയിക്കും. ആ 3 പേർ കാരണം ഞാൻ മരണത്തിനിരയായി. കുറഞ്ഞ പക്ഷം സ്വരക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും രമേശുമായി സംസാരിക്കൂ. അയാൾ വളരെ മാന്യനാണ്. അയാൾക്കും എല്ലാം പറഞ്ഞു കൊടുത്തത് ഞാൻ തന്നെയാണ്. താരൻ, എന്നെ വിശ്വസിച്ചില്ലെങ്കിലും വിരോധമില്ല. ഞാൻ നിങ്ങളുടെ നന്ദി ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ. താരേ, അവിടെ നോക്കൂ. ഞാൻ പറഞ്ഞ സത്യത്തിന്റെ തെളിവാണ്. അത് കണ്ടാൽ ആരും ഞെട്ടിപ്പോകും. അത്രയ്ക്കും ഭീകരമാണ് ആ സംഭവം. എനിക്ക് എന്ത് സംഭവിച്ചുവെന്ന് താരയ്ക്ക് മനസ്സിലായില്ലേ? ഇനി പറയൂ, എനിക്ക് നീതി കിട്ടാൻ താര എന്നെ സഹായിക്കില്ലേ? ഞാൻ എന്ത് ചെയ്യണം പൂർണിമേ?
ഹലോ, ആരാ? താരയാണോ? എവിടെ നമ്മളെ സംസാരിക്കുന്നേ? അച്ഛാ, ഇപ്പോൾ എന്നോടൊന്നും ഇങ്ങോട്ട് ചോദിക്കരുത്. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് മോളെ? അച്ഛാ, അച്ഛൻ മൻസറാംജിക്ക് 10 ലക്ഷം കൊടുക്കാമെന്ന് ഏറ്റിരുന്നില്ലേ? അതിപ്പോ കൊടുക്കരുത്. അല്ല, എന്താ മോളെ ഈ പറയുന്നേ? പെട്ടെന്ന് എന്താ ഉണ്ടായേ? അച്ഛാ, വളരെ ആലോചിച്ച ശേഷമാണ് അച്ഛൻ ഫോൺ ചെയ്തു തന്നെ. വിവാഹത്തിന് മുൻപേ മരുമകനാകാൻ പോകുന്ന ആൾക്ക് മുൻകൂർ പൈസ കൊടുക്കുന്നത് ശരിയായ കാര്യമല്ല. പക്ഷെ വാക്ക് പറഞ്ഞിട്ട് പിന്മാറുക എന്ന് പറയുന്നതും ശരിയായ കാര്യമല്ലല്ലോ മോളെ. എന്തെങ്കിലും ഒഴിവുകഴിവ് പറഞ്ഞൂടെ? പക്ഷെ മോളെ, അച്ഛൻ ഇനി ഒന്നും പറയണ്ട. ഞാൻ പറയുന്നത് കേൾക്കില്ലേ? എല്ലാം നല്ലതിന് വേണ്ടിട്ടാ. അച്ഛ, പ്ലീസ് പ്ലീസ്, ഇനി ഇങ്ങോട്ട് ഒന്നും ചോദിക്കാൻ പാടില്ല. നീ എവിടുന്നാ സംസാരിക്കുന്നേ? അച്ഛാ, അതൊക്കെ ഞാൻ പിന്നെ പറയാം. അച്ഛാ, മൻസറാഞ്ചിയെ 1 മണിക്കൂറിന് ശേഷം വിളിക്കാവൂ. ഇതാ നോക്കൂ, നമ്മുടെ മോൻ എത്ര ഭാഗ്യവാനാ. ഈശ്വരൻ ഇവന് എത്ര നല്ല ബന്ധമാ വീട്ടിലെത്തിച്ചു കൊടുത്തിരിക്കുന്നത്. അമ്മേ, ഇന്ന് രാത്രി എനിക്ക് ഉറക്കം വരില്ല. ഇനി വന്നാ തന്നെ സ്വപ്നത്തിൽ ഞാൻ നോട്ടുകെട്ടുകൾക്ക് മുകളിലായിരിക്കും പള്ളി ഉറക്കം. ഇവനും വളരെ ഹലോ, ആരാ? മൻസറാംജി അല്ലേ? ഞാൻ ബഹനി പ്രസാദാ. അല്ല, ബഹനി പ്രസാദ്ജിയോ? ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അത് ഒരു കാര്യം പറയാനാ വിളിച്ചത്. ആ, പറയൂ പറയൂ, എന്താ കാര്യം? അത് ഇന്നലെ ഞാൻ 10 ലക്ഷം രൂപ വീട്ടിൽ എത്തിക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ല. ആ, ശരിയാണ്. അത് നാളെ എത്തിക്കാൻ പറ്റില്ല. അതിൽ ചില തടസ്സങ്ങൾ വന്നു. നോക്കൂ മൻസറാംജി, പണം തരാൻ അല്പം സമയമായി. അത് ഏകദേശം ഒരു മാസം പിടിക്കും. എനിക്കിത് പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട് മൻസാറാംജി. അതിന് ഒരു പ്രശ്നവുമില്ല ബഹനി പ്രസാദ്ജി. അങ്ങ് വിഷമിക്കുകയേ വേണ്ട. അതിൽ യാതൊരു പ്രശ്നവുമില്ലെന്നേ. അങ്ങ് അത് മനസ്സിൽ കൊണ്ട് നടക്കുകയേ വേണ്ട. സമയം മോശമായ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? ഒരു കയറ്റത്തിന് ഒരിറക്കം ഉണ്ടാവുന്നേ. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞ് ഇതൊന്നും അത്ര ഗൗരവമായി കാണാനേ പാടില്ല പ്രസാദ്ജി. എന്നാ ശരി. എന്താ ആള് പറഞ്ഞത്? കാശ് തരില്ലെന്നാണോ? എന്താ? 1 മാസം പിടിക്കുമത്രേ. സരോജം, നിന്റെ അഭിനയമൊക്കെ വെറുതെ ആയി പോയി മോളെ. പക്ഷെ പണം തരാന്നല്ലേ അന്ന് പറഞ്ഞത്. ഇന്നിപ്പോ ഏത് പൂച്ചയാ കുറുകെ ചാടിയത്? അയാൾ ഓന്തിനെ പോയി നിറം മാറി. പക്ഷെ എന്റെ പേര് മൻസാറാണ്. അയാളുടെ മോൾ നമ്മുടെ വീട്ടിലെത്തിച്ചത്. ഈ 10 ലക്ഷത്തിന് പകരം ഞാൻ 50 ലക്ഷം വസൂലാക്കും. ഓനെ ബലിറാം, നിന്റെ വരുംകാല അമ്മായപ്പനും അയാളുടെ മകൾക്കും നമ്മളെ മനസ്സിലായിട്ടില്ല. അയാളെ ഞാൻ വെറുതെ വിടില്ല. കണ്ടില്ലേ, ഇതാണ് ഇവരുടെ തനി നിറം. താരയ്ക്ക് ഇതെല്ലാം പറഞ്ഞു തരാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. താരയുടെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടല്ലോ. പക്ഷെ പൂർണ്ണിമയ്ക്ക് നീതി ലഭിച്ചാലേ എന്റെ മനസ്സ് തണുക്കുകയുള്ളൂ. അതിനെനിക്ക് താരയുടെ സഹായം വേണം. ഹലോ അച്ഛ, ഇത് താരയാണ്. താരമോളോ? ആ, പറയൂ മോളെ, എന്താ വിശേഷം? അച്ഛ, എന്റെ അച്ഛൻ അവിടേക്ക് ഫോൺ ചെയ്തു അല്ലേ? തരാമെന്ന് പറഞ്ഞിരുന്ന 10 ലക്ഷം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു അല്ലേ? ആ, ശരിയാണ് മോളെ. നോക്കൂ അച്ഛ, എന്തിനാ എന്റെ അച്ഛൻ അങ്ങനെ പറയണത്? എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല. പക്ഷെ മോൾ എന്തിനാ വിഷമിക്കുന്നേ? അതെന്താ അങ്ങനെ പറയുന്നത്? ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്ന. ഞാൻ ആ വീട്ടിലെ മരുമകളാവേണ്ടവളല്ലേ? എന്റെ അച്ഛൻ പറഞ്ഞ വാക്ക് പാലിക്കാത്തതിൽ എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്. അച്ഛാ, നിങ്ങളുടെ സിറ്റിയില് എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഞാനിതാ പുറപ്പെടുകയാണ്. എന്റെ അക്കൗണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ എടുത്ത് അച്ഛന് തരാം. എന്ത്? മോള് പണം തരാമെന്നോ? അതെ അച്ഛാ, ഞാൻ തരാന്നേ.
ഞാൻ പുറപ്പെടുകയായി. നിങ്ങൾ 3 പേരും വരണം. 3 പേരും? എന്താ വല്ല പ്രശ്നമുണ്ടോ? അല്ലല്ലല്ല, ഈ മോള് ഈ വീട്ടിലേക്ക് വരണ്ടവളല്ലേ? അപ്പോ 3 പേരും എന്റെ കൂടെ വരില്ലേ? ആ, ഉടനെ തന്നെ വരാം മോളെ. മോള് നന്നായി വരും. ശരി. നല്ല പുകില് തന്നെ. അച്ഛൻ പറഞ്ഞു തരില്ലെന്ന്, പക്ഷെ മോള് പറയുന്നത് തരാമെന്ന്. 3 പേർക്ക് പുറപ്പെടാം. താരമോള് പോരും. പക്ഷെ അച്ഛാ, ഇപ്പൊ ഏത് ബാങ്കാ തുറന്നിരിക്കുന്നത്? ബാങ്ക് എല്ലാം അടച്ചു കഴിഞ്ഞില്ല അച്ഛാ. എടാ വിട്ടി, അപ്പം തിന്നാൽ പോരെ, കുഴി എണ്ണണോ നിനക്ക്? വേഗം വേഷം മാറി വാ. സരോജം വേഗം കാഞ്ചീപുരം എടുത്തു വാ. നിന്റെ അരുമ മരുമകൾ 10 ലക്ഷം തരാനാ ഇങ്ങോട്ട് വരുന്നത്. എന്തൊരു അത്ഭുത! മരുമോളായ ഇങ്ങനെ വേണം. രമേശ്, താര അവരെയും കൊണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് ആ 3 പേരുടെയും അവസാന രാത്രിയാണെന്ന് അവർ അറിഞ്ഞു കാണില്ലല്ലോ. അവർ അപകടകാരികളാണ്. എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ പിന്നെ നേരിട്ടുണ്ടായ അനുഭവം തന്നെയായിരിക്കും കാര്യങ്ങളുണ്ടാവുക. ഇല്ല രമേശ്, ഈ സമയം അവർ അപകടകാരികളല്ല, കൊതിയന്മാരാണ്. പണക്കൊതിയന്മാരായി അവരെ താര എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. ആ സ്ഥലം കണ്ടാൽ താനേ അവർക്ക് ഓർമ്മ വരും. നീതി നടപ്പാക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞിരുന്നു. അത് നമുക്ക് വഴി തെറ്റിയിട്ടില്ലല്ലോ. ഇല്ല, വഴി തെറ്റിയിട്ടൊന്നുമില്ല. അച്ഛാ, സ്ഥലം എന്തിനാ ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത്? അച്ഛാ, ഇവിടെയാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രം. വരൂ, തൊഴുതിട്ട് പോകാം. കുടുംബക്ഷേത്രം? ഈ സ്ഥലം, പക്ഷെ ഇവിടെ ക്ഷേത്രം ഇല്ലല്ലോ. അല്ല, മറന്നുപോയോ? പൂർണിമയെ നിങ്ങൾ കൊണ്ടുവന്നത് ഇവിടേക്കായിരുന്നില്ലേ? നിനക്ക് എങ്ങനെ അറിയാം? എനിക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. എല്ലാം മനസ്സിലായി. നിങ്ങൾ ഏത് തരക്കാരാണെന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞു. അപ്പോ നിനക്ക് എല്ലാം മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ടാണ് നീ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇനി എന്താണാവോ ഭാവം? അപ്പോ എല്ലാ കാര്യവും അറിഞ്ഞ സ്ഥിതിക്ക് നീ ക്ഷമിക്കണം. നിന്നെ ജീവനോടെ ഇനി വിടാൻ പറ്റില്ല. എടി പൊട്ടി പെണ്ണെ, ഇനി നിന്നിൽ നിന്ന് പൈസ വസൂലാക്കിയ ശേഷം പൂർണിമയുടെ അടുത്തേക്ക് തന്നെ നിന്നെ ഞങ്ങൾ പറഞ്ഞു വിട്ടേക്കാം.
എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മകന് മറ്റൊരു ബന്ധം കിട്ടാൻ വേണ്ടി എന്നെ നിങ്ങൾ ദുർനടത്തക്കാരിയായി ചിത്രീകരിച്ചില്ലേ? എല്ലാവരോടും നിങ്ങൾ എന്നെ പറ്റി നുണ പറഞ്ഞില്ലേ? ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞങ്ങളോട് ക്ഷമിക്കണം, ക്ഷമിക്കണം. മോളെ, ഞാൻ നിനക്ക് അമ്മ തന്നെയല്ലേ? അമ്മ അമ്മയാകാൻ യോഗ്യതയില്ലാത്തവളാണ് നീ. നീയോ നിനക്ക് ഭർത്താവാകാനും യോഗ്യതയില്ല. എല്ലാത്തിന്റെയും പിന്നിൽ നീയാണ്. ദുഷ്ടനായി നിനക്ക് ഗംഗയിൽ കുളിച്ചാൽ പോലും ഒരിക്കലും മോക്ഷമുണ്ടാകാൻ പോകുന്നില്ല. പിന്നെ താരെ നിങ്ങൾ കുരുക്കിലാക്കാനുള്ള ശ്രമത്തിലായിരുന്നില്ലേ? ശരിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? അല്ലെന്നോ? ഞാൻ മരിച്ചവളാണ്, പക്ഷെ എന്റെ ആത്മാവ് അശാന്തമാണ്. നിങ്ങൾ 3 പേരോടും പ്രതികാരം ചോദിക്കാനുള്ള എന്റെ അഭിലാഷം ഇന്ന് പൂർണ്ണമാകാൻ പോവുകയാണ്. ഞങ്ങൾക്ക് മാപ്പ് തരണം, ഞങ്ങൾക്ക് മാപ്പ് തരണം. ഇല്ല, നിങ്ങൾക്ക് 3 പേർക്കും ഇനി രക്ഷയില്ല. ഞങ്ങൾക്ക് മാപ്പ് തരും മോളെ, ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് മാപ്പ് തരും. ഇന്ന് എന്റെ കോടതിയിലെ അപരാധികളാണ് നിങ്ങൾ. ഞാനിതാ നിങ്ങൾക്ക് 3 പേർക്കും വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ഞാൻ വെന്തു മരിച്ചതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ 3 പേരും കത്തിച്ചാമ്പലാകും. ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ വെറുതെ വിടണം. ഇല്ല, ഇന്ന് നിങ്ങളിൽ ആരും രക്ഷപ്പെടില്ല. മറ്റുള്ളവരുടെ പെൺമക്കളെ ചുട്ടുകൊല്ലുന്ന നിങ്ങൾ 3 പേരും ഇന്ന് കത്തിച്ചാമ്പല. താരെ, രമേശ്, അവർക്കുള്ള ശിക്ഷ ഞാൻ നൽകി കഴിഞ്ഞു. പക്ഷെ ഇതിൽ തെറ്റുകാർ അവർ മാത്രമല്ല. പെൺകുട്ടികളുടെ അച്ഛനമ്മമാർക്ക് ഈ തെറ്റിൽ തുല്യ പങ്കാളിത്തമുണ്ട്. സ്ത്രീധന സമ്പ്രദായത്തിൽ അവർക്കും പങ്കുണ്ട്. പൂർണിമയ്ക്ക് എന്തായാലും നീതി ലഭിച്ചു. പക്ഷെ എല്ലാ പെൺകുട്ടികൾക്കും പൂർണ്ണിമയാകാൻ പറ്റില്ലല്ലോ. പക്ഷെ സ്ത്രീധന വ്യവസ്ഥയ്ക്കെതിരെ എല്ലാ പെൺകുട്ടികളും യുദ്ധം ചെയ്യണം. പൂർണിമേ, നിങ്ങൾ എന്നോട് കാണിച്ച ഔദാര്യം എനിക്ക് ഈ ജന്മത്തിലെന്നല്ല 7 ജന്മം ജനിച്ചാൽ പോലും തിരിച്ചു നൽകാനാവില്ല. താരെ, നിങ്ങൾക്ക് ഇപ്പോഴും എന്റെ ഒരു അഭിലാഷം പൂർത്തീകരിക്കാനാകും. അങ്ങനെ നിങ്ങൾക്ക് എന്നോടുള്ള കടപ്പാടും പിന്നെ എന്റെ ആത്മാവിന് മുക്തി നൽകാനും സാധിക്കും. പൂർണിമ, നിങ്ങളുടെ ഏത് അഭിലാഷവും ഞാൻ പൂർത്തീകരിക്കും. താര രമേശിനെ വിവാഹം ചെയ്യണം. രമേശ്, ഇതെന്റെ അപേക്ഷയാണ്. ഈശ്വരൻ നിങ്ങൾ ഇരുവരെയും അനുഗ്രഹിക്കട്ടെ.